നമസ്കാരം. ഇന്ന് പെസഹ വ്യാഴം. അന്ന് ലോകത്തിന്റെ ഒരു പതിപ്പാണ് ഒടുവിലത്തെ അത്താഴത്തിനിടെ അരങ്ങേറിയത്. പരിഹാരവും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനം എല്ലാ യുദ്ധങ്ങളുടെയും പ്രഭവകേന്ദ്രമായ മനുഷ്യന്റെ അഹംബോധത്തെ നിർവീര്യമാക്കുന്നതിനെ കുറിച്ചായിരുന്നു. പരസ്പരം കാലുകൾ കഴുകാവുന്നത്ര വിനീതരാകുക. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ജെറുസലേമിലെ മുകളിലത്തെ മുറി ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണ്. റൊട്ടിയും പുളിക്കാത്ത അപ്പവും പാലുമല്ല, വിനയവും സ്നേഹവുമാണ് വിളമ്പേണ്ടത്. പിണങ്ങിയിരിക്കുന്നവരെ ചെന്ന് വിളിക്കുക. നീയില്ലാതെ ഈ പെസഹ അപ്പം മുറിക്കില്ലെന്ന് പറയാൻ തക്കവിധം കരുത്തരാകുക. ഒരാലിംഗനത്തിൽ തീരാത്തൊരു യുദ്ധവുമില്ല. അതേ ഉള്ളിലെ ആയുധപ്പുരകൾ കാലിയാക്കാൻ ഇനിയൊരവസരം കിട്ടിയെന്ന് വരില്ല. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വാരിക്കോരി വാഗ്ദാനങ്ങളുമായി LDF, UDF മുന്നണികളുടെ പ്രകടന പത്രികകൾ. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നും മുന്നണികൾ. കൊടുങ്ങല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി. മാള ടൗണിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് കാൽ കഴുകൽ ശുശ്രൂഷ ചടങ്ങുകൾ നടന്നു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വാരിക്കോരി വാഗ്ദാനങ്ങളുമായി LDF, UDF മുന്നണികളുടെ പ്രകടന പത്രികകൾ. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നും ആരോഗ്യ പരിരക്ഷയുടെ പരിധി കൂട്ടുമെന്നും ഇരു മുന്നണികളും വാഗ്ദാനം ചെയ്യുന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്നും UDF വാഗ്ദാനമുണ്ട്. 60 പരിപാടികളുമായാണ് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. 196 പേജുകളിൽ 2 പുസ്തകമായാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യും, കിടപ്പുരോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ, കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ്, അഭ്യസ്ത വിദ്യരുടെ സംരംഭങ്ങൾക്ക് പലിശരഹിത വായ്പ, സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പുവരുത്തും തുടങ്ങി 60 പരിപാടികളാണ് പ്രകടന പത്രികയിൽ LDF ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശബരിമല മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കും. ഇടുക്കി, വയനാട്, കാസർഗോഡ്, കുട്ടനാട് പാക്കേജുകൾ തുടരും. മദ്യവർജനം പ്രോത്സാഹിപ്പിക്കും. കാരുണ്യ 5 ലക്ഷം പരിധി നീക്കി. KSRTC പ്രവർത്തന ലാഭത്തിലാക്കും. വിദ്യാർത്ഥികൾക്ക് കണക്ട് ടു വർക്ക് പദ്ധതി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമായി കേരളം മാറും. സ്ത്രീകൾക്ക് വർക്ക് നിയർ പദ്ധതി. കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. കുടുംബശ്രീയുടെ ബാങ്ക് ലിങ്കേജ് വായ്പകൾ 20,000 കോടി രൂപയായി ഉയർത്തും. നേരത്തെ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം നിരവധി വാഗ്ദാനങ്ങളാണ് UDF പ്രകടന പത്രികയിലുള്ളത്. വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ശമ്പള മാതൃകയിൽ ക്ഷേമ പെൻഷൻ, ആശ്രയ പദ്ധതി പരിഷ്കരിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതന വർധനവ്. യുവാക്കൾക്ക് വേണ്ടി യുവശ്രീ പദ്ധതി. ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ. ലഹരിയുടെ ഉറവിടം കണ്ടെത്തി തകർക്കും. മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കും. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. പ്രത്യേക കാർഷിക ബജറ്റ്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. വന്യജീവി സംഘർഷം തടയാൻ പരമ്പരാഗത സംവിധാനവും ആധുനിക സംവിധാനവും സംയോജിപ്പിച്ച് പ്രവർത്തനം നടത്തും. മത്സ്യബന്ധന മേഖലയിലുള്ളവർക്ക് പ്രത്യേക ഭവന പദ്ധതി. മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ സബ്സിഡി. SC, ST വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക റിക്രൂട്ട്മെന്റ്. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ പദ്ധതി നടപ്പിലാക്കും. പ്രവാസി പദ്ധതിയിൽ അംഗമാകുന്നതിനുള്ള പ്രായപരിധി എടുത്തുമാറ്റും. മദ്യത്തിന്റെ ഉപയോഗം നിയന്ത്രിക്കും. ബാറുകൾ പൂട്ടാൻ പെട്ടെന്ന് നടപടി സ്വീകരിച്ചാൽ ലഹരി ഉപയോഗം കൂടും. അതുകൊണ്ട് സാമൂഹിക വശം കൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി UDFന്റെ മുൻകാല പദ്ധതിയായ ആശ്രയ പദ്ധതി പരിഷ്കരിച്ച് നവ ആശ്രയ പദ്ധതി ആരംഭിക്കും. അന്ത്യോദയ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്തി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രത്യേക കർമ്മ പദ്ധതി. സംസ്ഥാനമെമ്പാടും ഇന്ദിരാ ക്യാൻറ്റീനുകൾ. അർഹരായവർക്ക് പ്രയോറിറ്റി റേഷൻ കാർഡ്, സൗജന്യ റേഷൻ എന്നിങ്ങനെയും വാഗ്ദാനങ്ങളുണ്ട്. മീഡിയ ടൈം, കൊച്ചി.
സംവിധായകൻ രഞ്ജിത്ത് പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. രഞ്ജിത്തിനെ പോലീസ് തൊടുപുഴയിൽ വെച്ച് കാറിൽ നിന്ന് പിടികൂടുന്ന സമയത്ത് കാറിൽ നടൻ ബോബി കുര്യൻ ഉണ്ടായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. നടൻ ബോബി കുര്യന് പുറമെ ഒരു വനിതാ അസോസിയേറ്റ് ഡയറക്ടറും ഒരു യുവാവും ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്നു. ഇവരെയും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ രഞ്ജിത്തിന് ഇരുവരുടെയും സഹായം ലഭിച്ചു എന്നാണ് സംശയം. ലൈംഗികാതിക്രമ കേസിനെ കുറിച്ച് രഞ്ജിത്ത് ഇവരോട് പറഞ്ഞ കാര്യങ്ങളിലും വ്യക്തത തേടും. അതേസമയം കേസിലെ സുപ്രധാന തെളിവായ കാരവാൻ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ലൈംഗികാതിക്രമം നടന്ന കാരവാന്റെ ഉള്ളിൽ CCTV ഇല്ല. കാരവാന്റെ പുറത്തുള്ള CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലായിരിക്കും കാരവാനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുക. നിലവിൽ ഇപ്പോഴും സബ് ജയിലിൽ തുടരുകയാണ് സംവിധായകൻ രഞ്ജിത്ത്. ശനിയാഴ്ച രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതിക്ക് മുന്നിൽ വരുമ്പോൾ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പീഡനം നടന്ന സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്ന കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകരുടെ മൊഴിയെടുക്കും. സബ് ജയിലിൽ തുടരുന്ന രഞ്ജിത്തിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും ശനിയാഴ്ച കോടതി പരിഗണിക്കും. മീഡിയ ടൈം, കൊച്ചി. കൊടുങ്ങല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി. മാള ടൗണിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഭാഗമായി കൊടുങ്ങല്ലൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ട കഴിഞ്ഞ 10 വർഷമായി കേരള നിയമസഭയിലെ അതിശക്തനായ ജനപ്രതിനിധി, ജനങ്ങളുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി, കൊടുങ്ങല്ലൂരിന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധി സഖാവ് VR സുനിൽകുമാറിന്റെ വിജയം വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ചരിത്ര വിജയം നേടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മെഗാ യാത്ര റോഡ് ഷോ ആയിരക്കണക്കിന് ബൈക്കുകളുമായി യുവാക്കളും വിദ്യാർത്ഥികളും മഹിളാ സഖാക്കളും തൊഴിലാളികളും എല്ലാവരും അണിനിരക്കുന്ന അതിഗംഭീരമായ റോഡ് ഷോ ഇവിടെ ആരംഭിക്കുകയാണ്. സ്ഥാനാർത്ഥി VR സുനിൽകുമാർ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്, KV വസന്തകുമാർ, M രാജേഷ്, TK സന്തോഷ്, MR അപ്പുക്കുട്ടൻ, CC വിപിൻ ചന്ദ്രൻ, KM മുസ്താഖ് അലി, വേണു വെണ്ണറ, KC വർഗീസ്, അഡ്വക്കേറ്റ് അരുൺ മേനോൻ, ബിനിൽ പ്രതാപൻ, റഹീം പള്ളത്ത്, ക്ലിഫി കളപ്പറമ്പത്ത്, KA രമേശൻ എന്നിവർ സംസാരിച്ചു. മാളയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വൈകിട്ട് കൊടുങ്ങല്ലൂരിൽ സമാപിച്ചു. LDF SN പുരം പഞ്ചായത്ത് റാലിയും പൊതുയോഗവും നടത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആ കർഷകരുടെ വീടുകൾ സന്ദർശിച്ചു. ആ കർഷകരുടെ വീടുകളിൽ BJP കൊടി പാറുന്നുണ്ട്. അവർ BJPയുടെ പ്രതിനിധികളായിരുന്നു, അവരുടെ പ്രവർത്തകരായിരുന്നു. പക്ഷേ അവർ വിളകൾക്ക് ന്യായമായ വില ആവശ്യപ്പെട്ടുകൊണ്ട് സമരമുഖത്തോട്ട് ഇറങ്ങി. അതാണ് ഇന്നിപ്പോ BJP നിങ്ങളോട് വോട്ട് ചോദിച്ചു വരും, മാറാത്തത് മാറുമത്രേ. അതാണ് അവർ പറയുന്നത്. ആ മാറ്റം എന്താണ്? ആ മാറ്റം ഗുജറാത്ത് മോഡൽ ഇവിടെ നടപ്പിലാക്കും. നമ്മൾക്ക് ആ മോഡൽ വേണോ എന്നുള്ളതാണ്, അവിടുത്തെ മോഡൽ എന്താണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടതുണ്ട്. ഈ വെളുത്തുള്ളി കർഷകർക്ക് ഉൽപാദന ചെലവ് 33 മുതൽ 35 രൂപ വരെ. സംസ്ഥാന സർക്കാർ BJP സർക്കാർ പറയുന്നത് 27 രൂപയാണ് ഉൽപാദന ചെലവ്. പക്ഷെ അന്ന് നീമച്ച് ഹോൾസെയിൽ മാർക്കറ്റിൽ കർഷകന് ലഭിച്ചത് 1 രൂപയാണ്. കർഷകന് 1 രൂപ. പക്ഷേ റിലയൻസ് ഫ്രഷ്, അംബാനിയുടെ റിലയൻസ് ഫ്രഷിൽ 147 രൂപ, ഡൽഹി മാർക്കറ്റിൽ 220 രൂപ. അപ്പോ കർഷകന് 1 രൂപയും അദാനിക്കും അംബാനിക്കും കൊള്ള ലാഭം കൊയ്യാനുള്ള അവസരം 147ഉം 220ഉം ഒക്കെ നേടാനുള്ള അവസരം ഒരുക്കിയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ 10-11 വർഷങ്ങൾക്കിടയിൽ ചെയ്തത്. അതാണ് സ്ഥിതി. 2017 1 രൂപ ലഭിച്ചിരുന്ന വെളുത്തുള്ളിക്ക് 2022 50 പൈസയായി. അപ്പൊ കർഷകർ എന്താ ചെയ്യും? സമരം ചെയ്യും. കർഷകർ സമരം ചെയ്യാൻ എവിടെയൊക്കെ സംഘടനയുണ്ടോ നമ്മൾ സമരം ചെയ്യുന്നത്, എവിടെ അതില്ലോ സംഘടനകളില്ലോ അവിടെ ചിലർ ആത്മഹത്യ ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നത്. മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ.
LDF നേതാവ് MR ജോഷി അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ CN ജയദേവൻ, PK ചന്ദ്രശേഖരൻ, സ്ഥാനാർത്ഥി KK വത്സരാജ്, മുസ്താഖ് അലി, സുധീഷ് TK, TP രഘുനാഥ്, KB ഹൈദ്രോസ്, അഡ്വക്കേറ്റ് TP അരുൺ മേനോൻ, വിശ്വനാഥൻ കണിച്ചേടത്ത്, KK അബീദ് അലി എന്നിവർ സംസാരിച്ചു. ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടൊപ്പം നടത്തിയ അന്ത്യ അത്താഴത്തിന്റെയും സ്നേഹ കൂട്ടായ്മയുടെയും ഓർമ്മകൾ പുതുക്കി വിശ്വാസികൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് പെസഹ ആചരിക്കുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് കാൽ കഴുകൽ ശുശ്രൂഷ ചടങ്ങുകൾ നടന്നു. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. 12 ശിഷ്യന്മാരോടൊത്തുള്ള യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ. പള്ളികളിൽ കാൽ കഴുകൽ ശുശ്രൂഷ, ദിവ്യബലി, ദിവ്യകാരുണ്യ ആരാധന, അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നിവയുമുണ്ട്. പെസഹാചരണത്തിന്റെ ഭാഗമായി പല പള്ളികളിലും വിശുദ്ധ കുർബാനയും കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ കൂടിയാണ് പെസഹ. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിലെ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ച് ഇന്ന് രാവിലെ തൈല പരികർമ്മ പൂജ നടന്നു. രൂപതാധ്യക്ഷൻ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രൂപതയിലെ എല്ലാ വൈദികരും ചേർന്ന് ദിവ്യബലി അർപ്പിച്ചു. ദിവ്യബലി മധ്യേ ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം, രോഗീലേപനം എന്നീ കൂദാശകൾ നൽകുന്നതിനാവശ്യമായ തൈലം ആശീർവദിച്ചു. വൈകിട്ട് 5:30 തിരുവത്താഴ പൂജ, പാദക്ഷാളന കർമ്മം എന്നിവ നടക്കും. ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി, കത്തീഡ്രൽ വികാരി ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ, സഹവികാരിമാരായ ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി കുന്നത്തൂർ, കോട്ടപ്പുറം രൂപതാ വികാരി റോക്കി റോബി കളത്തിൽ, ചാൻസലർ ഹെൽവസ് റൊസാരിയോ, പ്രൊക്കുറേറ്റർ ഫാദർ ജോബി കാട്ടാശ്ശേരി, ബിഷപ്പിന്റെ സെക്രട്ടറി ഫാദർ ബിയോൺ തോമസ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വാരിക്കോരി വാഗ്ദാനങ്ങളുമായി LDF, UDF മുന്നണികളുടെ പ്രകടന പത്രികകൾ. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നും മുന്നണികൾ. കൊടുങ്ങല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോ നടത്തി. മാള ടൗണിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് കാൽ കഴുകൽ ശുശ്രൂഷ ചടങ്ങുകൾ നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.